വന്നിട്ട് ഞാനിവിടെ പെട്ടുപോയി. ഇത് തുറക്കാൻ പറ്റില്ല, ഇതുള്ളിന്ന് തുറക്കാൻ പറ്റില്ല. ഗായ്സ്, ഇന്ന് ടൂറിൻ്റെ 2ാമത്തെ ദിവസമാണ്. അപ്പം അങ്ങനെ എല്ലാവരും ഉറക്കമാണ്. കാരണം ഇന്നലെ കിടന്നപ്പോഴത്തേക്ക് 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാക്കും മിച്ചും എല്ലുമോനൊന്നും എഴുന്നേറ്റിട്ടില്ല. ഞാൻ തന്നെ എൻ്റെ ചേട്ടൻ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഞാൻ പോലും അറിഞ്ഞില്ല നേരം വെളുത്ത് വെക്കുക. ഇത് രാവിലെ 8 മണിക്കത്തുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ആണ്. ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോഴത്തേക്കും നേരത്തെ എഴുന്നേക്കണം, രാവിലെ ഇവിടുത്തെ വ്യൂ ഒക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്നത്. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബാക്കിയുള്ള കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഗ്രില്ലടിച്ച വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. കാരണം തണുപ്പ് കാരണം ഞാൻ ഉറങ്ങി. 8 മണിയായി. 8 മണിക്ക് എണീറ്റപ്പോഴത്തേക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ. രാവിലെ 8 മണിക്കത്തെ വ്യൂ ഇതാണെന്നാണ് ഞാൻ ആ വോയിസ് ക്ലിപ്പിൽ പറയണേ. എൻ്റെ സൗണ്ടൊക്കെ പോയി. രാത്രി മൊത്തം വെള്ളത്തിൽ കിടന്ന കളിയായിരുന്നു. രാവിലെ എഴുന്നേരപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഡോറ് തുറന്നിട്ട് പുറത്തുനിന്ന് അങ്ങോട്ട് അടച്ചു. പക്ഷെ അത് തുറക്കാൻ ഉള്ളിൽ നിന്നേ പറ്റുള്ളായിരുന്നു. ഞാൻ പുറത്ത് പെട്ടുപോയി. അതാണിപ്പോൾ ഞാൻ കിടന്ന് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ വ്യൂ കാണിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പം ഞാനിവിടെ പെട്ടുപോയി. ഇത് തുറക്കാൻ പറ്റില്ല, ഇതുള്ളിന്ന് തുറക്കാൻ പറ്റുള്ളൂ. എൻ്റെ കെട്ടിയവനെ വിളിച്ചിട്ടാണെങ്കിൽ എഴുന്നേക്കണില്ല. ഈ മഴയത്ത് ഞാൻ ഇവിടെ നിൽക്കണില്ല. കാക്കു കുറേ നേരം കൊട്ടിക്കഴിഞ്ഞപ്പോൾ കാക്കു എഴുന്നേറ്റ് വന്നിട്ടാ. കാക്കു വിചാരിച്ച് ഞാൻ തമാശ കാണിക്കണേന്നാണ്. പക്ഷെ ശരിക്കും ഞാൻ പെട്ടുപോയി ആ മഴയത്ത്. ഡോറിന് പുറത്തുള്ള വ്യൂ നമുക്ക് നോക്കാം. ഇതായിരുന്നു ഡോറിന് പുറത്തുള്ള ഒരു ചെറിയ മഴയൊക്കെ കൊണ്ടിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഡോർ തുറന്നപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് എന്ന് പറയാമല്ലോ, അതായിരുന്നു സംഭവം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വീഡിയോയിൽ ഷേപ്പ് പോലത്തെ ഉള്ള റൂം 2 ഉണ്ടെന്ന്. അതിൽ ഈ റൂമിലാണ് നമ്മൾ കിടന്നത്. പിന്നെ ഈ റെഡ് പൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നിൽക്കണ കാണാൻ. ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു. ആ ചെടിയുടെ അടുത്ത് നിന്ന് എടുത്ത ഫോട്ടോസൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേറെ ഒന്നുമല്ല, മാഗിയാണ് ഗൈസ്. അപ്പോൾ അവിടെ ചിറ്റാമതി മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. പിന്നെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു, ഉച്ചക്കുള്ള ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ റെഡിയാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന്. നേരത്തെ വിചാരിച്ച് വെച്ചത് പുറത്തുനിന്ന് കഴിക്കാമെന്നാണ്. പക്ഷേ അതങ്ങോട്ട് ക്യാൻസൽ ചെയ്തിട്ട് ചോറ് കെട്ടിക്കൊണ്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ബീൻസൊക്കെ നന്നാക്കണമായിരുന്നു. കാരണം ഉച്ചക്ക് ചോറ് കെട്ടണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറി ബീൻസ് ഉലത്തിയതും മുട്ട റോസ്റ്റും ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ ചേച്ചിയാണ് കേട്ടോ. പിന്നെ അല്ലുമോനെ എഴുന്നേറ്റത് കൊണ്ട് എനിക്ക് റൂമിലേക്ക് പോകേണ്ടി വന്നത്. കാക്കു അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ചിറ്റാമതി ബാക്കിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. മുട്ട, ബീൻസ്, ക്യാരറ്റൊക്കെ എല്ലാം ശരിയാക്കി രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ മാഗി റെഡിയാക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരായിരുന്നു കേട്ടോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഞാൻ നേരെ കുളിക്കാൻ